എല്ലാവരും ഒരുപാട് ഒഴുത്തി ഞാനൊരു പരുവത്തിലായിരിക്കുകയാണ്. പിന്നെ ശരിക്കും ഒരു വ്യക്തിക്കും ഇങ്ങനെയൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. ഈ ക്ലബിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമ്മൾ എന്ത് പറഞ്ഞാലും അതിന് സപ്പോർട്ട് ചെയ്യാൻ ഒരു വലിയ ടീം വർക്ക് പോകുന്നു. ആ ഒരു ടീം വർക്ക് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് പറഞ്ഞാലും ആർക്കും ഒരു എതിർപ്പില്ല. നല്ല കാര്യം ആര് പറഞ്ഞാലും അതിന് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ഉണ്ട്. പിന്നെ ആർക്കും പരിഭവങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണുള്ളത്. പിന്നെ എനിക്ക് എൻ്റെ റിട്ടയർമെന്റിൽ എന്തെങ്കിലും ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് അവസരങ്ങൾ എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ട്. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് കൂടെ എൻ്റെ ഭാര്യയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും മക്കളില്ലാതെ ഇരിക്കുന്നെങ്കിലും ഈ പറഞ്ഞ ഏകാന്തത ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഈ ക്ലബിലെ രണ്ട് മുതിർന്ന അംഗങ്ങളായിട്ട് ഞങ്ങൾ വളരെ അപ്പനും അമ്മൂമ്മയും ചേട്ടനും അങ്ങനെയൊക്കെയുള്ള പല സ്ഥാനങ്ങളിൽ ഒരു വലിയ കൂട്ടുകുടുംബത്തിൽ അംഗമായിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ ഇവിടെ ഗ്ലോബൽ ഗ്രാൻഡ് എന്നൊക്കെ പറഞ്ഞത് നമ്മൾ കൊടുക്കുന്ന പൈസക്കകത്ത് തന്നെയാണ് കിട്ടുന്നത്. നമുക്ക് ഏറ്റവും മാതൃകയായിട്ടുള്ള ഒരാളാണ് നമ്മുടെ DG ആയിട്ട് ഉപയോഗിക്കുന്നത്. ഈ പാവം റോട്ടറി ഇന്റർനാഷണലിന് $2,50,000 സംഭാവന ചെയ്തിട്ടിരിക്കുന്ന ആളാണ്. $2,50,000 സംഭാവന ചെയ്തതിനായിട്ടാണ് AKS എന്ന് പറയുന്നത്. അപ്പൊ അത്രയും സംഭാവന ചെയ്യുമ്പോൾ ഈ സംഭാവന റോട്ടറി ഫൗണ്ടേഷൻ ഇന്ത്യയിൽ എവിടെയൊക്കെയാണോ പ്രശ്നങ്ങളുള്ളത് അതിന് പരിഹാരത്തിനായിട്ട് കൊടുക്കും. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് വെക്കുമ്പോൾ നമ്മൾ എത്ര കൊടുത്തിട്ടുണ്ടെന്ന് നോക്കും. വാങ്ങാൻ തരമുള്ളവർക്ക് കൊടുക്കത്തില്ല. അപ്പൊ ഈ നമ്മൾ കൊടുക്കുന്നതിന്റെ ഒരു ഭാഗമാണ് നമുക്ക് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ അതിന് മറ്റൊരു മാതൃകയാണ് നമ്മുടെ റെജി ജോൺ. 8 ലക്ഷം രൂപ കൊടുക്കാൻ തയ്യാറായിക്കൊണ്ടാണ് ബാക്കിയുള്ളവരോട് എന്തെങ്കിലും കൊടുക്കണമെന്ന് പറയും. ഇവിടെ എല്ലാവരും നമ്മുടെ മെസ്സേജ് മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന രണ്ട് മോഡൽസ് ആണ് ഇരിക്കുന്നത്. അവർ ഇത്രയും കൊടുത്തിട്ട് നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് മാക്സിമം നോക്കുന്നിടത്തോളം നമ്മൾ കൊടുത്തു പോകും. അപ്പൊ അത് ഇതിൽ പറയാതിരുന്ന ഒരു കാര്യങ്ങളൊന്നും പറയണമെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് നിർബന്ധിച്ചപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ലെങ്കിൽ എനിക്കിവിടെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലായിരുന്നു. പിന്നെ എല്ലാം ഇപ്പോഴത്തെ ഈ ടീം നല്ലൊരു ടീമായിരുന്നു. എപ്പോഴും നല്ല ഇതാണ്. പ്രവർത്തനങ്ങളുടെ ഒരുപാട് ഞാൻ വന്നപ്പോൾ മുതലേ നല്ലതായിട്ടാണ്. പിന്നെ ചന്ദ്രശേഖരൻ പറഞ്ഞൊരു കാര്യം ശരിയാണ്. ഞാൻ പോലും ഇത്രയും വിചാരിച്ചില്ല. പ്രോമസ് ക്ലബ്ബ് ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും ഒരു അത്ഭുതം പോലാണ്. അപ്പൊ ശരിക്കും ഇത് കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമായിരുന്നു. നമ്മളിവിടെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരുപാട് പേര് പണ്ടികനല്ലാതെ നമ്മളെല്ലാം കൂട്ടുകുടുംബത്തിലായിരുന്നു. ഈ പ്രോമസ് ക്ലബ്ബ് എന്നുള്ള ഐഡിയ റോട്ടറി തുടങ്ങിയപ്പോഴേക്ക് ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ഈ നമ്മുടെ ഈ ഭാഗത്തൊന്നും ഇന്ത്യയിലൊന്നും ഇതിന്റെ ആ പ്രസക്തിയില്ലായിരുന്നു. അപ്പൊ ഇവിടെ പ്രോമസ് ക്ലബ്ബ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇതിനെ കുറിച്ച് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് പ്രോമസ് ക്ലബ്ബ് എന്ന് അംഗീകരിക്കപ്പെട്ട ഒരു ക്ലബ്ബും ചെന്നൈയിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ അടുത്തുള്ളത് ഏറ്റവും അടുത്തുള്ള സൗത്ത് ഇന്ത്യയിലുള്ളത് ചെന്നൈയിലാണ്. ആ ചെന്നൈയിലുള്ള പ്രോമസ് ക്ലബ്ബുകാരുമായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്ത് അവരെല്ലാം പ്രവർത്തിക്കുന്നത് അവരുടെ പ്രോസ്പെക്ടസ് ബയോലോസ് എല്ലാം വാങ്ങിച്ചു നോക്കി എല്ലാം കഴിഞ്ഞാണ് നമുക്ക് ഇങ്ങനൊരു പ്രോമസ് ക്ലബിന്റെ ബയോയും ഇതുപോലൊക്കെ എല്ലാം ഉണ്ടാക്കി. ഇപ്പൊ കേരളത്തില് രജിസ്റ്റേർഡ് പ്രോമസ് ക്ലബ് എന്ന് പറഞ്ഞാൽ റോട്ടറി ക്ലബും പ്രോമസ് ക്ലബും RC ഹരിപ്പാടുണ്ട്. എനിക്ക് ഇതിന് ഏറ്റവും വലിയ സന്തോഷം എടുത്തിട്ട് വരുന്നതിന് മുമ്പ് രാവിലെ ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ചുമ്മാ ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കി. ഇപ്പം മെമ്പേഴ്സ് ഓഫ് റോട്ടറി ക്ലബ് ഓഫ് ഹരിപ്പാടെന്ന് അടിച്ചാൽ ഗൂഗിളിനകത്ത് വരും. മെമ്പേഴ്സിന്റെ പേരും എല്ലാം വരും. പ്രോമസ് ക്ലബിൽ നമ്മളൊന്നും പ്രത്യേകം ചെയ്തിട്ടില്ല. എന്നാലും എന്താ ഗൂഗിൾ എന്ന് പറയുന്നത് നോക്കണമെന്ന് വിചാരിച്ചൊന്ന് അടിച്ചു നോക്കി. പ്രോമസ് ക്ലബ് ഓഫ് റോട്ടറി ക്ലബ് ഓഫ് ഹരിപ്പാടെന്ന് RC ഹരിപ്പാടെന്ന് അടിച്ചപ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരികയാണ്. RC ഹരിപ്പാടിൽ പ്രോമസ് ക്ലബിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? മന്ത്ലി മീറ്റിംഗുകളെല്ലാം ചെയ്യുന്നു. അവരുടെ ഡിന്നർ ഹോസ്റ്റ് ചെയ്യുന്നത്,
ഞാനത് ഗൂഗിളിൽ കൊണ്ടുവന്ന് വായിപ്പിച്ചു. റീഡ് ലൗഡ് ഓപ്ഷൻ കിട്ടിയിട്ട് എല്ലാ സെല്ലിൽ അത് റെക്കോർഡ് ചെയ്തു. ഞാൻ വിചാരിച്ചത് ഇത് നമ്മുടെ പ്രോഫസറോട് പ്രസിഡന്റിൽ നിന്ന് അയച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അയച്ചില്ല. ഇപ്പൊ പറഞ്ഞപ്പോൾ തീർന്നു. ഈ വർഷം നമ്മൾ തുടങ്ങിയ ഒരു പ്രോജക്റ്റ് സ്കിൽ സെന്റർ, അതിന് ഐഡിയ കിട്ടിയത് നമ്മുടെ ഗവർണറുടെ ഉയർന്ന പ്രോജക്റ്റിൽ നിന്നാണ്. നമുക്കങ്ങനെ പുതിയ പുതിയ പ്രോജക്റ്റുകൾ ആയിട്ട് നമ്മളെ തനി രീതിയിൽ നമുക്ക് പോകാം. എല്ലാവരുടെയും സഹകരണം എല്ലാം കിട്ടുന്നതുകൊണ്ട്, ഈശ്വര സഹായം എല്ലാം ഉള്ളതുകൊണ്ട് നമുക്കെല്ലാം ചെയ്യാൻ കഴിയും. എല്ലാവർക്കും നന്ദി. താങ്ക് യു.